ഹായ് ഹലോ. ഞാനൊരു പ്രധാന കാര്യം പറയാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് പറയുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടല്ലേ അത് പറയാൻ പറ്റൂ. കുറച്ച് പറഞ്ഞ് തീർക്കും, അത് നീട്ടിക്കൊണ്ടുപോകില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ന്യൂസിൽ കേൾക്കാൻ തുടങ്ങി തെരുവ് നായ ഉപദ്രവിക്കുന്നത്. അത് കേട്ട് 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 നമുക്കത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, കുഞ്ഞുങ്ങളെല്ലാം ആരെയായാലും ഉപദ്രവിക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ ഒരു കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കായാലും മനുഷ്യനായാലും മഴ സമയത്ത് വിശപ്പ് കൂടുതലാണ്, പണി കുറവാണ്, നമുക്ക് വിഭവശേഷി കുറച്ച് കുറവുള്ള സമയമാണ്. ഇനി ഒരു ഓണ സമയമാവണം നമുക്ക് കുറച്ചൊരു ഇത് വരെ. അപ്പം ഇപ്പം പൊതുവെ ഒരു ഡള്ളായി നിൽക്കുന്ന സമയം. മത്സ്യം, മറ്റ് മീറ്റ്, കോഴി, അങ്ങനെ പലതും 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 കുറച്ച് ബ്ലോക്കാണ് ഇപ്പോൾ നമുക്ക്. പിന്നെ ട്രോളിംഗ് ഒക്കെ ഇല്ലതുകൊണ്ട് എല്ലാം ഒരു. അപ്പോൾ വിശപ്പ് കൂടുമ്പോൾ ഈ നായ്ക്കൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നത് കൂടാണ്ട് ഇവർക്കൊരു തരം ഒരു അക്രമാസക്തി കൂടും. ഒന്ന്. രണ്ടാമത്, ഈ മഴക്കാലത്ത് പിന്നെ ഈ ചിലർ ഒഴുക്ക് വെള്ളത്തിൽ വേസ്റ്റ് വന്നിട്ടും പച്ചിറച്ചി വന്നിട്ടുമെല്ലാം ഇത് കടിക്കുമ്പം ഈ ഡോഗ്സിന് സാധാരണ ഒരു ബ്ലഡ് പിന്നെ കടിക്കാനും വായിലേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എസൻസ് എടുക്കാനുള്ളൊരു വല്ലാത്തൊരു അപകടമായൊരു ടെൻഡൻസി അത്. പച്ച ഇറച്ചിയോടുള്ളൊരു വല്ലാത്തൊരു വീക്ക്നെസ് ഇതിന് വരും. ഇങ്ങനെ ഇതൊന്നും കൂടാണ്ട് വിശപ്പ് വരുമ്പം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പീസിന് അടികൂടുക, എന്നിട്ട് പിന്നെ ശക്തിയില്ലാത്ത ആൾ തോൽപ്പിക്കും. അത് പിന്നെ ഏത് വർഗത്തിലായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ സമയത്ത് ആ പരിസരത്ത് കാണുന്ന എന്താണോ, അതൊരു തുണിക്കഷ്ണമായിക്കോട്ടെ, മരക്കഷ്ണമായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, വലിയ ആളായിക്കോട്ടെ, കടിക്കും. പിന്നെ ഡോഗിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവർക്ക് കടിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടണം. അതെ, ഇവർ തുണി, ചെരുപ്പ് ഇങ്ങനെയെല്ലാം കടിക്കുന്നത്. റിട്ടേൺ കിട്ടുന്നതിനോട് അവർക്കൊരു ഭയങ്കര ടെൻഡൻസി കൂടുതലാണ്. അപ്പം നമ്മളെ ദേഹത്ത് കയറും. ഒരിക്കലും ഇങ്ങനെ കാലിൻ്റെ അടിയിലൊന്നും അങ്ങനെ പോയിട്ടൊരു നായി കടിച്ചു എന്നങ്ങനെ കേൾക്കലില്ല. കവിളിന് കടിച്ചു, തുണി കീറി, കഴുത്തിന് കടിച്ചു, കൈക്ക് കടിച്ചു. അതായത് റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ ഇവർ എന്ത് അക്രമവും കാണിക്കും. പിന്നെ ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യം കേരളത്തിലുണ്ട്. എന്താണെന്നറിയോ? ഇവരെ പ്രജനനം, ഇവരെ ക്രോസിങ്, ബ്രീഡിങ്, മാറ്റിങ്. ഈ ഒരു ടൈമിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൂരത മനുഷ്യൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഒരു പ്രജനന രീതി ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ ഇവർക്ക് ഈ പിന്നെ മെയിലും ഫീമെയിലും തമ്മിലുള്ള ഈ ഒരു പിന്നെ റിലേഷൻഷിപ്പിൽ ഇത് മെയിലും ഫീമെയിലും തമ്മിലുള്ള ആ ഒരു സംഭവം കഴിഞ്ഞാൽ, ഇവർ ഈ ബ്രീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിലിൻ്റെ ബോഡി ഈ ഫീമെയിലിൻ്റെ ബോഡിയിൽ നിന്ന് പിന്നെ വേർപെട്ട് വരാൻ ഒരു ടൈം എടുക്കും. അത് അതിൻ്റെ ഉള്ളിലെ ശാസ്ത്രീയ വശമൊന്നും പറയുന്നില്ല. അപ്പം ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 10-15 മിനിറ്റ് എടുക്കും. ശരിക്കും വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഫീമെയിൽ ഡോഗിൻ്റെ സെക്ഷുവലായിട്ടുള്ള ഒരു ടെൻഡൻസി, ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു മെയിൽ ഡോഗ് അട്രാക്റ്റ് ചെയ്യും, സ്മെല്ല് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് ബോഡി ചേഞ്ച് വന്നിട്ട് ആ ഫീമെയിലിൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു കൂടുതൽ ടെൻഡൻസി കാണിക്കും. ഈ സമയത്തും ഇവർ കുറച്ച് അക്രമാസക്തരായിരിക്കും. ഈ തണുപ്പ് സമയത്ത് പ്രജനനം കൂടും. അപ്പോൾ ഇവർക്ക് മാറ്റിംഗ് ടെൻഡൻസിയും കൂടി ഉള്ള സമയമാണ് ഈ സമയം. വിശപ്പ്, മാറ്റിംഗ് ടെൻഡൻസി, പിന്നെ ഒരു ഭയങ്കര പിന്നെ എത്തിപ്പെടാൻ, അതായത് ദൂരമുള്ളതായാലും മറ്റേതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വല്ലാത്തൊരു സമയം.
അപ്പോഴ് നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ എപ്പോഴെങ്കിലും ഒരു ഡോഗിനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡോഗിനെ ഞാൻ മാറ്റി കെട്ടി, പലരും പറയുന്നുണ്ട് എൻ്റെ ഡോഗിൻ്റെ അടുത്ത് ഒരു മെയിൽ വന്നിട്ടില്ല, എൻ്റെ ഡോഗ് പ്രസവിച്ചു എന്ന്. ഇതെന്തർത്ഥത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. അതിൻ്റെ എല്ലാം എന്തായാലും ഇതൊന്നും ഇങ്ങനെ എയറിൽ വരുന്നതൊന്നും അല്ല. പക്ഷേ ഇവിടെ ഈ പ്രശ്നമല്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു ഡോഗ് ബ്രീഡായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന, അതിനെ കല്ലെറിയുന്ന ഏറ്റവും സംസ്കാരശൂന്യരായ ചിലർ അത് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രകൃതിയിലെ ഒരു ജീവി, പാമ്പോ പട്ടിയോ കോഴിയോ താറാവോ കാക്കയോ എന്തോ ആയിക്കോട്ടെ, ഒരിക്കലും മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരു തരത്തിലും ചെയ്യാൻ പാടില്ല. അത് പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്, ഉപകാരം ചെയ്യാൻ പറ്റൂലെങ്കിലും ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ തെരുവ് നായിൽ ഇങ്ങനെ വരുമ്പോൾ ഇത് ഈ പബ്ലിക്കിലില്ല ഈ മാറ്റിങ്, ചില ആൾ നിന്ന് വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ലേഡീസൊക്കെ നിൽക്കുമ്പോൾ ആ ഡോഗിനെ നോക്കിയിട്ട് പെണ്ണുങ്ങളെ നോക്കും. അത്ര ചാപ്പ ടീമുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരോടെല്ലാം പറയാനുള്ളത്, പ്രകൃതിയാലെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. മനുഷ്യനെക്കാട്ടിയും ഭേദം എൻ്റെ കാഴ്ചപ്പാടിൽ മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് മാറ്റ് ചെയ്യുന്നതിനും ഇതിനെല്ലാം ഒരു ടൈമുണ്ട്. കിട്ടിയനെ കയറി പിടിക്കാൻ എല്ലാ സമയത്തും പോവില്ല. ഇവർക്ക് ഇവരുടേതായ ഒരു ടൈമുണ്ട്. അത് ആ പ്രകൃതിയാലുള്ള ഒരു പ്രോസസ്സാണ്. ആ സമയത്ത് നമ്മൾ പോയി ദ്രോഹിക്കാനോ മാറ്റ് ചെയ്ത് കിടക്കുന്ന പട്ടീനെ പോയി കല്ലെറിയാനോ അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ അങ്ങനെ ചെയ്യരുത്. ഇത്രയും വലിയ ഇഷ്യൂസും ഇങ്ങനെയൊരു പട്ടികടിയും ഇങ്ങനൊരു അറ്റാക്കും അക്രമവും വരുന്നതിന് മുന്നേ, മഴയ്ക്ക് മുന്നേ തന്നെ ഇതിലേതെങ്കിലും ഒരു മെയിലോ ഫീമെയിലോ ഏതെങ്കിലും ഒന്നിനെ സ്റ്റോർ ചെയ്യാനുള്ള സിസ്റ്റം ആക്കണം. എത്രയോ ആൾ തൊഴിലില്ലാണ്ടുണ്ട്. ഏതെങ്കിലും ഒരു ടീമിനെ ആക്കിയിട്ട് രണ്ടിനെയും കൂടി സ്റ്റോർ ചെയ്യണ്ട. ഒന്നിനെ ചെയ്താൽ തന്നെ അക്രമം കുറയും, ഡെലിവറി പ്രൊഡക്ഷൻ കുറയും, പല 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 പ്രശ്നങ്ങളും കുറയും. അപ്പം ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും കൊന്നതും ഇതെല്ലാ ദിവസവും വാർത്തയിൽ കേൾക്കുന്നതിനെക്കാട്ടിയും ഭേദം ഇതിന് ശാസ്ത്രീയമായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ മാറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക, വെറുതെ പോകുമ്പോൾ എറിയാതിരിക്കുക, വേസ്റ്റ് പിന്നെ മാനേജ്മെൻറ്റ് ടാങ്കിൽ തന്നെ ചെയ്യുക, റോഡ് സൈഡിൽ ചെയ്യരുത്. പിന്നെ വിശന്നിരിക്കുന്ന ഡോഗിനെല്ലാം പോയിട്ട് അങ്ങോട്ട് പോയി ചെളി കടിച്ചു, അത് എന്തെങ്കിലും ചെയ്യാതെ ഒരു മൃഗങ്ങളും തിരിച്ച് ചെയ്യൂല. പിന്നെ ഈ അക്രമാസക്താവുന്നത് വിശപ്പ് കൊണ്ടാണ്. ലോകത്തെല്ലാവർക്കും വലുത് വിശപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയല്ലല്ലോ. രണ്ടാമത് മാറ്റിങ്, അതും അങ്ങനെ തന്നെ. രണ്ടാമത്തെ പ്രശ്നം ലോകത്തെല്ലാവർക്കും അതന്നെ. അപ്പം ഈ രണ്ട് കാര്യം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, ആൾക്കാരെ കടിക്കുന്ന, തെരുവുനായ കടിച്ചു വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഈ ഒരു സംഭവത്തിന് പ്രതിവിധിയാവും. ഒരിക്കലും ഈ പ്രജനന സമയത്ത് കൊണ്ടുപോയി പിന്നെ എറിഞ്ഞ് വയലൻ്റ് ആക്കാൻ പാടില്ല, വേസ്റ്റ് വെളിയിൽ എറിയാൻ പാടില്ല. ഈ സെക്ഷുവലായിട്ടുള്ള സ്വാതന്ത്ര്യം ലോകത്തെല്ലാവർക്കും ഉണ്ട്. മനുഷ്യൻ വിചാരിക്കുന്നത് നമുക്കേ പറ്റുമെന്ന്. എന്തിനാ അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നത്? എത്ര തരംതാണ പണി അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എവിടെയെങ്കിലും കിടക്കുമ്പോൾ നമ്മൾ ബസ്സിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്തിന്? നന്ദിയുള്ളതും റിപ്ലൈ ഉള്ളതും സംസ്കാരമുള്ളതും എല്ലാം തന്നെയാണ് മൃഗങ്ങൾ. മനുഷ്യൻ മാത്രം ഭയങ്കര ഹൈടെക്കാണെന്ന് പറയുന്ന ഹൈടെക് മനുഷ്യന്മാർ ചെയ്യുന്ന വൃത്തികേട് പരസ്യമായിട്ട് പുറത്ത് പറയാൻ കൊള്ളാത്ത വൃത്തികേട് ഇവന്മാർ ചെയ്യുന്നത്. ആരായാലും നന്ദിയില്ലാത്ത ടീമാണ്. കാര്യത്തിന് ചിരിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു കൊത്തും. ഒരു ബിസ്ക്കറ്റ് കൊടുത്ത നായി അതൊരിക്കലും ചെയ്യൂല. അവരെ മെൻ്റലി ഫിസിക്കലി അവർക്കെല്ലാം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭൂമിയിലുണ്ട്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളാണ് അപകടങ്ങൾ അവരെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. അവസാനം കുറ്റം മുഴുവൻ മൃഗങ്ങൾക്ക്. ആ മൃഗങ്ങളെ പിന്നെ നേർവഴിക്ക് കൊണ്ടുവരാൻ ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് പറ്റും. അപ്പം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇവരൊന്നും പേഴ്സണൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടുതൽ കൈകടത്തരുത്. ഓക്കേ.